മനുഷ്യ ജീവിതത്തിൽ തീർത്തും അനിവാര്യമായി സംഭവിക്കുന്ന ഒന്നാണ് ഈ ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഉണ്ടായ എല്ലാറ്റിനും അവസാനമുണ്ട്. അത് മനുഷ്യനുമുണ്ട്. ആ അവസാനത്തെയാണ് നമ്മൾ മരണം എന്ന് വിളിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. വിശുദ്ധ ഖുർആൻ 3 സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മൗത്തിനെ ആസ്വദിക്കേണ്ടവർ. സത്യത്തിൽ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന്. സത്യത്തിൽ ജീവിതത്തെക്കാൾ പരീക്ഷണമായി ആദ്യം കാണേണ്ടത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നതും മരണത്തെയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. ആദ്യം പറഞ്ഞ ജീവിതമല്ലല്ലോ, അല്ലദീ ഖലഖൽ മൗത എന്നാണ്. പിന്നെയാണ് എന്ത് പറഞ്ഞത്? ഹയാത്ത് പറഞ്ഞു. ആദ്യം പറഞ്ഞത് മരണത്തെയാണ്. ഇപ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് കൂടുതൽ ഞാനൊന്ന് ചിന്തിക്കാൻ കാരണം എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഈയിടെ മരണപ്പെടുകയുണ്ട്. പൊടുന്നനെയുള്ള മരണം എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ അതും തെറ്റാണ്. പൊടുന്നനെ എന്ന് നമുക്ക് തോന്നുന്നതാണ്. കൃത്യമായ അവധിയുണ്ട്. അജൽ എന്നാണ് അവധിയെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. ആ അജലെത്തിയാൽ ഒരിക്കലും ഒരു മില്ലി സെക്കൻഡ് പോലും വൈകുകയില്ല. അവ പൊടുന്നനെയല്ല. പക്ഷെ നമുക്ക് തോന്നുക പൊടുന്നനെ, അല്ലെങ്കിൽ മലയാള ന്യൂസുകളിലൊക്കെ ഒരു പദം കൂടി ഉണ്ടാകാറുണ്ട്, അകാല മരണം എന്ന് പറയാം. അകാലം എന്ന് പറഞ്ഞാൽ കാലമാകാത്തത്. അത് ഭീമമായ തെറ്റാണ്. കാലമായ ശേഷമാണ് പോകുന്നത്. പക്ഷെ കാലത്തെക്കുറിച്ച് നമുക്കറിയില്ല, ആ അവധിയെക്കുറിച്ച് നമുക്കറിയില്ല എന്ന് മാത്രം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് അയച്ച ഒരു സന്ദേശം. ആ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹം മരിക്കുമെന്ന് വിചാരിച്ചല്ല സന്ദേശം കേട്ടത്. അതാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഹെഡിങ് ആക്കിയത്. അതാണ് അദ്ദേഹം എഴുതിയത്. 7 ചോദ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മരണ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനുഷ്യനറിയില്ല. സത്യം അതാണ്. ഒരുപാട് പഠനങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ എന്താണ് മരണം
എന്നറിയാൻ വേണ്ടി മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല മരണം. ഒരു ലാബിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു റിസർച്ച് സെൻ്ററിൽ കൊണ്ടുപോയി മരണത്തെ അപഗ്രഥിക്കാനോ വിലയിരുത്താനോ ഒന്നും സാധ്യമല്ല. മരണം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് ജീവിതം എന്ന് മനസ്സിലാകണം. ജീവിതത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്റ്റേജുകളുണ്ട്. അതിലൊന്നാമത്തെ സ്റ്റേജ് ജനനമാണ്. ജനിച്ചു, ശിശുവായി, ശൈശവം, പിന്നെ ബാല്യം വന്നു, യൗവനം വന്നു, വാർദ്ധക്യം വന്നു. അള്ളാഹു പറഞ്ഞതും ഈ സ്റ്റേജ് തന്നെ. ജീവിതവും മരണവും നമ്മൾ ഒന്നിച്ചാ പറയാറുള്ളത്. ഏതുപോലെ വെച്ചാൽ സ്നേഹവും സന്തോഷവും, അല്ലെങ്കിൽ സന്താപവും ദുഃഖവും, ഇങ്ങനെ ഒരു ഒന്നിച്ചു പറയുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഇത്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അവസാനം, ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ അവസാനം, അത്രയേ ഉള്ളൂ. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കണം. അപ്പൊ പിന്നെ മരിക്കണതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ബേജാറാകേണ്ട കാര്യം. ജീവിച്ചു എന്നതിൻ്റെ രേഖയാണ് എന്ത്? മരണം. പിന്നെ അതിൽ നമ്മൾ ബേജാറാകുകയല്ല വേണ്ടത്. അത് കുറച്ചും കൂടി നമുക്ക് എന്താണ് മരണം എന്നറിയുമ്പോൾ ആ ബേജാറ് പോകും. മരണത്തെക്കുറിച്ചുള്ളൊരു സാമാന്യ ധാരണ നമുക്കുണ്ടാകണം. ആ ധാരണയിൽ ഒന്നാമത്തേത് ജീവിതവും മരണവും രണ്ടല്ല, ഒന്നാണ് എന്നതാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. രണ്ടു ഒരേ കാര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ ശ്വാസോച്ഛ്വാസം എന്ന് പറയാറുണ്ടല്ലോ. ഒന്ന് ഉള്ളിലേക്ക് വലിക്കുന്നതും രണ്ടാമത് പുറത്തേക്ക് തള്ളണമാണ്. രണ്ടും ഒന്നിച്ചാ പറയാം, ശ്വാസോച്ഛ്വാസം. അതുപോലെയുള്ളൂ. ഒന്നിൽ നിന്ന് മറ്റൊന്ന് പിരിച്ചെടുക്കാൻ കഴിയില്ല. ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് ഒന്ന് പിരിച്ചെടുക്കാൻ കഴിയില്ല. അതേപോലെ ജീവിതത്തിൽ നിന്ന് മരണത്തെ പിരിച്ചെടുക്കാനേ കഴിയില്ല. ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജനിച്ചു വീഴുന്നത് മുതൽ ശ്വസിക്കുന്നുണ്ടല്ലോ. ആരാ പഠിപ്പിച്ചത് ശ്വസിക്കാൻ? ആരെങ്കിലും പഠിപ്പിച്ചതാ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ മരണം. പക്ഷെ ഈ പ്രക്രിയയുടെ പിന്നിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടാക്കിയ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഇടപെടലുണ്ട്. അതല്ലാതെ മനുഷ്യന്റെ ബുദ്ധിക്കോ മനുഷ്യന്റെ സാമർഥ്യത്തിനോ മനുഷ്യന്റെ മിടുക്കിനോ ഒന്നും ഇതിൽ യാതൊരു സ്വാധീനമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും സങ്കീർണമാണ് ഇത് രണ്ടും. ജീവൻ എന്ന് പറയുന്നതും മരണം എന്ന് പറയുന്നതും രണ്ടും സങ്കീർണമാണ്. ഒരാൾക്കും ജീവൻ നൽകാൻ കഴിയില്ലല്ലോ. വെല്ലുവിളിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആർക്കും സാധ്യമല്ല. ഇനി ഭയങ്കര അത്ഭുതം എന്താ വെച്ചാൽ ഈ ജീവൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രതിഭാസം, അങ്ങനെ പറയാം, പ്രതിഭാസം എന്ന് പറയാൻ പറ്റുന്നില്ല. അത് മനുഷ്യ ശരീരമെന്ന അത്യധികം സങ്കീർണം എന്ന് പറഞ്ഞാൽ
നമുക്ക് പറയാൻ കഴിയില്ല എൻ്റെ സങ്കീർണത എത്രയാണ്. നമ്മുടെ നാഡികളുടെയും ഞരമ്പുകളുടെയും ഒക്കെ വലിപ്പം പരിശോധിച്ചാൽ അറിയാം ഇതിലെ സങ്കീർണത എത്രയാണ്. എന്തുമാത്രം കെട്ടിക്കുടുക്കുകളാണ്. ആലോചിച്ചോ, ഒരു ചെറിയ നരമ്പറ്റാൽ തന്നെ നമ്മുടെ കഥ കഴിഞ്ഞു. ഭയങ്കര സങ്കീർണമാണ്. എണ്ണിയാൽ ഒതുങ്ങാത്ത പലതരത്തിലുള്ള സെല്ലുകളാണ്, കോശങ്ങളാണ് മനുഷ്യ ശരീരം. വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണമായ മനുഷ്യ ശരീരം എന്ന യന്ത്രം അല്ലെങ്കിൽ പ്രതിഭാസം, അത് അല്ലാഹു തആല മനുഷ്യന് വിട്ടു തന്നിരുന്നു. അതിൻ്റെ നിയന്ത്രണം എന്ന് വെക്കാം. എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ മരിക്കും എന്ന് നമുക്കറിയാതെ പോകുന്നത്. എപ്പോഴാണ് എൻ്റെ മരണം എന്ന് പറയാൻ ആർക്കും സാധ്യമല്ലല്ലോ. ഒരു സയൻസിനും സാധ്യമല്ല. എത്ര വികസിച്ചു നമ്മുടെ ടെക്നോളജിയൊക്കെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അതിമനോഹരമായ അള്ളാഹുവിൻ്റെ വിധികളിൽ അള്ളാഹു വെല്ലുവിളിക്കാൻ ഉപയോഗിച്ച ഒരേ ഒരു കാര്യം മരണം മാത്രം. ഒറ്റ കാര്യമുള്ളൂ. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അങ്ങനെ പറഞ്ഞ വേറെ വിഷയമല്ല. നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം വന്ന് നിങ്ങളെ പിടിക്കും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഭദ്രമായി കെട്ടിപ്പൊക്കിയ വായുവിന് പോലും പ്രവേശിക്കാൻ പറ്റാത്ത വിധമുള്ള കോട്ട, ആ കോട്ടകൾക്കകത്തായാൽ പോലും സൂറത്ത് ജുമയിൽ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തഫിറൂന മിൻ ഫഇന്നഹു ഈശ് മുലാഖീകും. മൗത്തിൽ നിന്ന് നിങ്ങൾ തഫിറൂന എന്നാ പറഞ്ഞത്. ഫറ എന്ന് പറഞ്ഞാൽ പേടിച്ചോടല. ഫഇന്നഹു മുലാഖീകും, ഫഇന്നഹു മുലാഖീകും, ഉറപ്പായും. ഇന്നഹു എന്ന് പറഞ്ഞാൽ ഇന്നൽ മൗത്ത, ആ മരണം. ആ മരണം ഒരു സാധനമായി. ഇപ്പം ആ മരണം നിങ്ങളെ പിടികൂട്ടും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ. പേടിക്കണ്ട എന്നാണ് ആ വാചകം. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ. പിന്നെ അകവും പുറവും നന്നായി അറിയുന്നവന്റെ മുമ്പിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയാണ്. പേടിക്കേണ്ട കാര്യമൊന്നും. പോണത് എങ്ങടാ? ഇലാ ആലിമിൽ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ. ആലിമുൽ ഗൈബ് വശ്ശഹാദ എന്ന് പറഞ്ഞാൽ റബ്ബാണ്. അവൻ റഹ്മാനാണ്, റഹീമാണ്, വദൂദാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതേ സമയത്ത് തന്നെ മനുഷ്യന് ഈ ദുനിയാവ് അല്ലാഹു അവൻ്റെ എല്ലാ തരത്തിലുള്ള ഉപയോഗത്തിനും വേണ്ടി സൗകര്യപ്പെടുത്തി തന്നു. ഭയങ്കര അത്ഭുതമാണത്. അത് ദുനിയാവ് മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. വസഖറ ശംസ വൽ ഖമർ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലും നമുക്ക് വേണ്ടിയുള്ള എല്ലാം. ഭയങ്കര അത്ഭുതം അള്ളാഹുവിൻ്റെ ആ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു വൈജ്ഞാനിക സ്ഫോടനം ഉപയോഗിച്ച് ഈ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അദ്ദുഖാൻ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്, നിങ്ങൾ വായിക്കണം അത്. ആ അധ്യായത്തിൽ ഭയങ്കര അത്ഭുതമാണ് ആ അധ്യായം.
അതിലൊരുപാട് കഥ പറയുന്നുണ്ട്, വലിയ വലിയ ആൾക്കാരെ കഥ. ഇന്ന് കുറേ ആൾക്കാരുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ, എല്ലാവരെയും തകർക്കും തരിപ്പണമാക്കും ഞങ്ങളാണ്, അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ അള്ളാഹു പിടിച്ചു കൊണ്ടുപോയ കഥ പറയാ. എന്നിട്ടുണ്ട് മനോഹരമായൊരു ചിത്രം അള്ളാഹു വരക്കുന്നു. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ആരായിരുന്നു ഇവര്? അവരിവിടുന്ന് പോയപ്പോ നമ്മൾ പോകുകയാണല്ലോ ഒരു ദിവസം ഇവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പോവുക, പോയേ തീരൂ. എത്ര ബാലൻസ് ഉണ്ടായാലും, എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിലും, എന്തൊക്കെ പൊസിഷൻസ് ആണെങ്കിലും ശരി, അള്ളാഹ് ചോദിക്കുന്നത് കം തറക്കൂ, എത്രയാണ് അവരൊക്കെ ഇവിടെ വിട്ടേച്ചു പോയത്. അതിൽ എന്തൊക്കെയുണ്ട്? മിൻ ജന്നാത്ത്, എസ്റ്റേറ്റുകളുണ്ട്, വഉയൂൻ, അവരുണ്ടാക്കിയ അരുവികളുണ്ട്, വസുറൂ, കൃഷിയിടങ്ങളുണ്ട്, വമഖാമിൻ കരീം, ഉന്നതമായ പൊസിഷനുകളുണ്ട്. എന്നിട്ടോ വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവരുണ്ടാക്കിയ ഒരുപാട് സുഖങ്ങളിൽ അവർ മതിമറന്ന് ആറാടുകയായിരുന്നു. എന്നിട്ടും പോണ്ടി വന്നില്ലേ? പോയില്ലേ? അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്തേ സംഭവിച്ചോ? ഒരു ചുക്കും സംഭവിച്ചില്ല. അള്ളാന്റെ ഭാഷ ഭയങ്കര. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീര് പോലും പൊഴിച്ചില്ല. വമാകാനൂ മുൻദരീൻ, ഒരു ചെറിയ സാവകാശം അവർക്ക് കിട്ടിയതുമില്ല. സത്യത്തിൽ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഇതല്ലാത്തൊരു വെല്ലുവിളി അള്ളാഹ് നടത്തിയിട്ടില്ല. ആ വെല്ലുവിളി മുമ്പിൽ എല്ലാവരും പരാജയപ്പെട്ടു. എല്ലാ നിരീക്ഷണങ്ങളും എല്ലാ ഗവേഷണങ്ങളും പരാജയപ്പെട്ടു. എന്താണ് മരണം, എന്താണ് മരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്നത് ഒരു സയൻസിന് ഇന്നും എത്താൻ പറ്റാത്ത അപ്രാപ്യമായ ഒന്നായി നിലകൊള്ളുകയാണ്. അതാണ് ഭയങ്കര അത്ഭുതം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം എന്ന് പറഞ്ഞാൽ നാശമല്ല. ആദ്യം മനസ്സിലാക്കുക, ഒരിക്കലും നാശമല്ല മരണം. നോക്കൂ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പോകേണ്ട ഒരു ശാശ്വതമായ ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ പോകാനുള്ള ഒരു സംവിധാനം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെ പേര് ഖാലിദീന ഫീഹാ. ഇത് ജീവിതമല്ല, ഇതൊരു സ്വപ്നമാണ്. ഒരു സ്വപ്നം കാണുക നമ്മളൊക്കെ പോകും, ഇത്രയേ ഉള്ളൂ. ഒരു സ്വപ്നം മാത്രമാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി കുറച്ചുകൂടി മനോഹരമായി പറഞ്ഞു, ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ, ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ്. ഒരു വലിയ യാത്ര, ഭയങ്കര വെയിൽ. അപ്പോൾ ഒരു മരത്തണൽ കണ്ടു. ആ മരത്തണലിൽ ഒരു റെസ്റ്റ് മാത്രം. നമ്മൾ പോകാണ്ട് നമുക്ക്. നോക്കൂ, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ലഹിയൽ ഹയവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആഖിറത്തിനെ കുറിച്ച്. അതാണ് ജീവിതം, ഇത് ജീവിതമല്ല. ലഹിയൽ ഹയവാൻ ഏത്? അൽ ആഖിറ. ആ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു യാത്ര, ചെറിയൊരു യാത്ര, അത്രയേ ഉള്ളൂ, വേറൊന്നും അതിലില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചാലും, എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിൽ വലിയ കഥയൊന്നുമില്ല. എത്ര കാലം ജീവിച്ചാലും പോകണം, ഇവിടുന്ന് പോകും. പക്ഷേ പോകാത്ത ഒരു ലോകമുണ്ട്. ഖൈറുൻ വ അബ്ഖാ. ഇവിടെ ഖൈറുണ്ട്, ഷർറുണ്ട്. ഇവിടുത്തെ അവസ്ഥ അതാണ്. ഇനി പോകുന്ന ജീവിതത്തിലോ അവിടെ ഖൈറേ ഉണ്ടാവും. ഖൈറുൻ വ അബ്ഖാ, അതെന്നും ബാക്കിയാണ്.
അപ്പൊ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ആയാൽ മതി, പേടിക്കേണ്ട കാര്യമില്ല. നോക്കൂ, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്ന ഒരു സംഭവത്തിന്റെ പേരാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞത്. മസ്റഅത്തുൽ ആഖിറ, അദ്ദുനിയ മസ്റഅത്തുൽ ഇഷ് ആഖിറ. ആഖിറത്തിന് വേണ്ടി കൃഷി ചെയ്യാനുള്ള ഒരു ഇടം മാത്രമാണ് സഹോദരങ്ങളെ ഇത്. എൻ്റെ സുഹൃത്ത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്കയച്ച സന്ദേശത്തിൻ്റെ വരികളാണിത്. 7 ചോദ്യം അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, അതിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ കുറച്ച് പ്രയാസമുണ്ട്, ഒന്ന് പഠിപ്പിച്ചു തരണം എന്നാണ്. സത്യത്തിലൊരു ഭയങ്കര മെസ്സേജാണ് അദ്ദേഹം തന്നത്. അദ്ദേഹം എന്ന് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ പൊടുന്നനെ എന്ന് നമ്മൾ പറയുന്ന മരണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അല്ലെ, അവരൊക്കെ ശരിക്കും ഭയങ്കര ഒരു മെസ്സേജാണ് നമുക്ക് തരും. ശരിക്കും വലിയൊരു മെസ്സേജാണ്. എന്താ മെസ്സേജ്? ഞാനിതാ പോവാട്ടോ, നാളെ നീയും വരേണ്ടി വരും. സത്യത്തിൽ ആ ഒരു ബോധത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ പലരുടെയും ജനാസ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ കൊണ്ടുപോകുന്ന ജനാസയെക്കുറിച്ച് ചിന്തിക്കലുള്ളൂ, നമ്മളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ചിന്തിക്കാറുണ്ട് ആരെങ്കിലും? ഞാനും പോകേണ്ടി വരും, ആ കട്ടിലിൽ ഞാനായിരിക്കും തൊട്ടടുത്ത ദിവസം. സാധാരണമായി അള്ളാഹു നമുക്ക് ചെറിയൊരു അവധി തന്നതാ, ഈ മെസ്സേജ് ഒന്ന് വായിക്കാനുള്ള സമയം. ഈ മനുഷ്യന്റെ മരണത്തിലൂടെ അവൻ നമുക്ക് അയച്ച മെസ്സേജ് ഒന്ന് വായിക്കാനുള്ള സമയം. അത് ചിലപ്പോൾ സെക്കൻഡുകളാകാം, മണിക്കൂറുകളാകാം, മാസങ്ങളാകാം, കൊല്ലങ്ങളാകാം. എന്തിനാണ് ആ മെസ്സേജ്? എന്തിനാണ് നമ്മളെ ബാക്കിയാക്കിയത്? അതൊരു ഹിക്മത്തുണ്ട് അള്ളാഹ്ക്ക്. അതെന്താന്ന് വെച്ചാൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ബാക്കിയാക്കിയതാ. അദ്ദേഹത്തെ കൊണ്ടുപോയതും സ്നേഹം കൊണ്ടാണ്, നമ്മളെ ബാക്കിയാക്കിയതും സ്നേഹം കൊണ്ട്. ആ സ്നേഹം അതെന്താന്ന് നമ്മൾ പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് അവസരം നൽകുക, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാറാൻ, നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഗഫ്ലത്തിൽ നിന്ന്, ഗഫ്ലത്ത് എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഒരു അധ്യായം തന്നെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹു എത്ര മെസ്സേജുകളാണ് തന്നത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ആയി, സമയമായി വിചാരണക്ക്. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, വല്ലാത്ത ഗഫ്ലത്തിലാണ് മനുഷ്യൻ. സാധാരണ നമ്മൾ വല്ലാത്ത ഗഫ്ലത്തില. ആ ഗഫ്ലത്തിന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും നമ്മൾ വേറെന്തോ കഥയല്ലേ പറഞ്ഞേ, അല്ലേ? അത് കബറടക്കുമ്പോൾ പോലും, തിരിച്ചു പോരുമ്പോൾ പോലും നോക്കൂ, നമ്മൾ എന്ത് കഥയെ പറഞ്ഞിരുന്നത്? നമ്മൾ മശ്ഗൂലാണ്, മശ്ഗൂലുൻ ബിൽ ഹയാത്തി ദുനിയ, മശ്ഗൂലുൻ ബി അശ്യാഇൻ ലാ ഖീമത ലഹാ. ഒരു വാല്യൂമില്ലാത്ത, ഒരു മൂല്യവുമില്ലാത്ത കുറേ കാര്യങ്ങളിൽ നമ്മൾ മശ്ഗൂലാ, ബിസിയാണ് നമ്മൾ, അല്ലേ? ആലോചിച്ചു, ഭയങ്കര ബിസിയാണ്. എന്തിലാ ബിസി? എടോ, ഈ സെക്കൻഡിൽ പോകേണ്ടവനാ. എന്ത് നടത്തി, എന്ത് പ്രിപ്പറേഷൻ നടത്തി? ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പദം മത്സരമാണ്. ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം ഏതാ വിഷയം? വല്ലാഹി എന്ത് മത്സരമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എല്ലാത്തരം മത്സരവുമില്ലേ? ഭയങ്കര മത്സരം. എത്ര പണമാണ് മത്സരത്തിന്, എത്ര സമയമാണ്, അല്ലേ? എന്തൊക്കെ സൗകര്യങ്ങളാണ്. ഏത് മത്സരത്തിന്? അള്ളാഹു മത്സരിക്കാൻ പറഞ്ഞൊരു മത്സരമുണ്ട്, അതിന് നമുക്ക് സമയമല്ല. മറ്റൊന്ന് അള്ളാഹു സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു.
അതും ദുനിയാവിന്റെ കാര്യമല്ല. ഏറ്റവും സ്പീഡ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്തിനാ? നമുക്കിപ്പോഴുള്ള സ്പീഡ് എന്തിനാ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ സ്പീഡപ്പ്. അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് അതിവേഗതയിൽ വരൂ. നിങ്ങൾക്ക് കേൾക്കണോ? ദുനിയാവ് പറഞ്ഞോടത്ത് എന്താ പറഞ്ഞത്? ആഖിറത്ത് പറഞ്ഞപ്പോൾ മത്സരിക്കാനും പറഞ്ഞു, സ്പീഡിൽ വരാനും പറഞ്ഞു. ദുനിയാവ് പറഞ്ഞപ്പോൾ പറഞ്ഞ എന്താ അറിയോ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ. എന്താ മഷ പറഞ്ഞ? ഫംശൂ ഫീ മനാകിബിഹാ. മഷ, നടക്കാനേ പറഞ്ഞോളൂ, ഓടാൻ പറഞ്ഞില്ല, മത്സരിക്കാൻ പറഞ്ഞില്ല, സ്പീഡ് പോകാൻ പാടില്ല. എപ്പോ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ കൃഷി ചെയ്യാനും കച്ചവടം ചെയ്യാനും ജോലി ചെയ്യാനും സുഖിക്കാനും ഒക്കെ സൗകര്യപ്പെടുത്തി തന്നവൻ അവനാണ്. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ നിങ്ങൾ നടന്നാൽ മതി, നിങ്ങൾ ഓടരുത്, നിങ്ങൾ ഭൂമിയിൽ മത്സരിക്കരുത്. എന്നിട്ടോ വകുലൂ മിർ റിസ്ഖിഹി, ഭയങ്കര വാക്ക, മിർ റിസ്ഖിഹി, അവന്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ തിന്നോ. വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ, മടങ്ങിച്ചെല്ലാനുള്ളത് മടങ്ങിപ്പോകാനുള്ളത് അവന്റെ അടുത്തേക്കാ. ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹ് എന്ത് പറഞ്ഞിട്ടില്ല? കുലൂ മിൻ കസ്ബിക്കും അല്ലെങ്കിൽ കുലൂ മിൻ തഅബിക്കും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ തിന്നോ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞു നിങ്ങൾ ഭയങ്കരമായി ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ടില്ല. കുലൂ മിൻ റിസ്ഖിക്കും, അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങളുടെ റിസ്ഖ്. അള്ളാഹു റസ്സാഖ, അതേ പറഞ്ഞോളൂ. അള്ളാഹിന്റെ റിസ്ക് എന്നാ തിന്നാൻ പറഞ്ഞത്. അള്ളാഹു തരും റിസ്ക്, അള്ളാഹു തരും. നമ്മളിപ്പോഴും സംശയാലുക്കളായതുകൊണ്ട് നമുക്ക് കിട്ടൂല. സംശയമില്ലെങ്കിൽ കിട്ടും. ഒരു സംശയം ആർക്കും. യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യാത്ത ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് റിസ്ക് തരും. അങ്ങനെയല്ലേ ഞങ്ങൾക്കൊക്കെ തന്നത്? എനിക്കങ്ങനെ കിട്ടി കേട്ടോ, നിങ്ങൾക്ക് എനിക്കറിയില്ല, എനിക്കങ്ങനെ കിട്ടി. പക്ഷെ എന്നിട്ടും എനിക്ക് ഇപ്പോഴും എൻ്റെ വിചാരം എന്താ അറിയോ? എൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്, ഞാൻ ജോലി ചെയ്തിട്ടാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ്. നോ നെവർ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹു നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞതും അള്ളാഹു നമ്മോട് സ്പീഡിൽ പോകാൻ പറഞ്ഞതും ആഖിറത്തിന്റെ കാര്യത്തിൽ മാത്രം, ദുനിയാവിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചു. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജീവിതം നമുക്ക് ഒരു പ്രാവശ്യമേ ഉള്ളൂ, ആയുസ് ഇത്രേ ഉണ്ടാവുള്ളൂ, അത് തിരിച്ചു വരൂല. ആ കെട്ടിയ ആയുസ് നമ്മൾ ഉപയോഗിക്കണം. ഇത് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള നെക്സ്റ്റ് സ്റ്റേഷൻ ഖബറാണ്. കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ ഖബറിൽ, വളരെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ ഖബറിൽ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകണം. അവിടുന്ന് പോയാൽ പിന്നെ അതാണ് നമ്മുടെ ഒറിജിനൽ സ്ഥലം. അവിടെ നമുക്ക് ഒന്നുകിൽ ജന്നത്തുണ്ട് അല്ലെങ്കിൽ നാറുണ്ട്. അള്ളാഹു നമ്മളെ ജന്നത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഒറ്റ ചാൻസേ ഉള്ളൂ, നോ, വേറെ ചാൻസ് ഇല്ല. നമ്മൾ പറഞ്ഞൊക്കെ നോക്കും, ജീവൻ പോകുന്ന അവസാന നിമിഷത്തിൽ നമ്മൾ പറഞ്ഞു നോക്കും, റബ്ബി ഇർജിഅനി ലഅല്ലി അഅമൽ സാലിഹൻ ഫീമാ തറക്ത്, പ്ലീസ് ഒരു ചാൻസ് ഉണ്ടാകും. ഒരു ചെറിയ ചാൻസ്, കുറച്ച്, ഞാൻ നല്ല കാര്യമൊക്കെ ചെയ്തോളാം. അപ്പൊ തന്നെ മറുപടിയും കേൾക്കും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വെറുതെ പറയാടോ നീ, നിനക്കതിന് കഴിയില്ല. നമ്മളെ വസ്തുത നമുക്കറിയാലോ. നമ്മുടെ രോഗം വന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ആരോഗ്യം കിട്ടിയാൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യുന്നൊക്കെ. ആരോഗ്യമുള്ളത് തന്ന്, പക്ഷെ ചെയ്തോ? ചെയ്തിട്ടില്ല സാധനം. നമുക്ക് പോകണം സ്വർഗത്തിലേക്ക്. അവിടെ പഠിച്ചോനെ എത്ര കൊല്ല സ്വർഗത്തിൽ? 100 കൊല്ല, 1000 കൊല്ല, മില്യൺ കൊല്ല, ബില്യൺ കൊല്ല.
എത്ര നിസ്കാരം അവിടെ നിസ്കരിക്കാനുള്ളത്? എത്ര നോമ്പ് അവിടെ നോക്കാനുള്ളത്? എത്ര സക്കാത്ത് അവിടെ കൊടുക്കാനുള്ളത്? നോ, ഒന്നുമില്ലൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഇവിടുന്ന് കഴിഞ്ഞു. ദുനിയാവിൽ നിന്നാണ് അതൊക്കെ. അവിടെ നമുക്ക് ദാറുൻ നഈം, ദാറുൻ മുഖീം, ദാറുസ്സലാം. അവിടെ ഒരു പണിയില്ല, ജീവിക്കുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കിട്ടിയ ചാൻസിൽ നമ്മൾ ഉപയോഗിക്കണം. ചെറിയ സമയം ഉണ്ടാവുള്ളൂ, സെക്കൻഡുകൾ ഉണ്ടാവും. ഒരു തസ്ബീഹിന് ചാൻസ് കിട്ടിയാൽ, ഒരു റക്അത്ത് അധികം നമസ്കരിക്കാൻ ചാൻസ് കിട്ടിയാൽ, ഒരു സദഖ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ, സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖബറിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുക. അപ്പം നബി പറഞ്ഞു ആളുകളോട്, ഇന്ന റക്അത്തൈനി മിമ്മാ തഹ്ഖിറൂന ലഅഹബ്ബു ഇലാ സാഹിബി ഹാദൽ ഖബർ. നിങ്ങൾക്ക് ഇപ്പോൾ നിസ്സാരമാണ് എന്ന് തോന്നുന്ന, എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു 2 റക്അത്ത് നമസ്കാരത്തിന് വേണ്ടിയാണ് ആ ഖബറിൽ കിടക്കുന്ന ആൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. എന്തേ കാര്യം? ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും ആ ഖബറിൽ കിടക്കുന്ന ആൾ ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് നമസ്കാരത്തിന് അവസരം കിട്ടിയതില്ലെന്നാണ്. നമുക്ക് എത്ര അവസരം കിട്ടി? 2 റക്അത്ത് നിസ്കരിക്കാൻ 2 മിനിറ്റേ വേണ്ടൂ. പക്ഷെ എത്ര റക്അത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ചു. 2 റക്അത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ 11 റക്അത്ത് എല്ലാ ദിവസവും രാത്രി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു ജുസെങ്കിലും ഒരു ദിവസം നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ ആലോചിക്കൂ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെ ചെന്ന് നിൽക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഭയങ്കര ദുനിയാവാണ് ഇത് എന്ന് നമ്മൾ മറന്നുപോയി. നമ്മളിവിടെ ഭയങ്കര കേസിലും വാശിയിലും പ്രശ്നത്തിലുമാണ്. അവസാനിപ്പിക്കുക സഹോദരന്മാരെ, അവസാനിപ്പിക്കുക. ഒരു ഇഞ്ച് വഴിക്ക് വേണ്ടി കേസ്. എന്നിട്ട് കത്തിയോണ്ട് കുത്തി. ആരെ അറിയോ കുത്തി? സ്വന്തം ചോരയെ, സ്വന്തം സഹോദരനെ കുത്തി. എത്രയാണ്? കുറച്ചുള്ളൂ, ഒരിത്തിരി, 1/2 സെന്റും ഇല്ലാന്നാ പറഞ്ഞു. നമുക്കില്ല, നമ്മളെവിടെയോ പോയി. നമ്മൾ ദുനിയാവിലാണ് ജീവിക്കണമെന്നുള്ള ബോധം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ അനാവശ്യമായ വാശി മുഴുവൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ സർഹൻ ഇദാ ഇശ്തറ സംഹൻ ഇദാ ഖള. അല്ലാഹു റഹ്മത്ത് നൽകട്ടെ ഒരു മനുഷ്യന്. അവൻ കച്ചവടം ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. സംഹൻ, അതാണ് സുബ്ഹാനല്ലാഹ്. വാങ്ങുമ്പോൾ സോഫ്റ്റാണ്, വിൽക്കുമ്പോൾ സോഫ്റ്റാണ്, വിധി പറയുമ്പോൾ പോലും ഓൻ സോഫ്റ്റാണ്. നമ്മൾ അങ്ങനെ ആകട്ടെ. അതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. നബി ഒരിക്കൽ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ വബിമൻ തഹ്റുമു അലൈഹിന്നാർ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നരകം ഹറാമായ ഒരു വിഭാഗത്തെക്കുറിച്ച്. അലാ കുല്ലി ഖരീബിൻ ഹയ്യിൻ സഹലിൻ. ഖരീബ്, ഹയ്യിൻ, സഹൽ ഒക്കെ ഏകദേശം ഒരേ ആശയ. അടുത്ത് നിൽക്കുന്ന, നമ്മൾ ദൂരെ നിൽക്കേണ്ടവരല്ല, നമ്മൾ അടുത്ത് നിൽക്കേണ്ടവരാ. റഹമാ ബൈനഹും. എങ്ങനെ ഒരു അകൽച്ച വന്നത് നമുക്ക്? എന്നിട്ട് നമ്മൾ പറയും ചെയ്യും, ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ജീവിക്കുക. എന്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ? എത്ര ദിവസമാണോ? എത്ര ദിവസം? എത്ര മനുഷ്യന്മാരുണ്ട് അറിയാം ഇങ്ങനെ വാശിയിൽ നടന്നിട്ടേ ഇയാൾ നോക്കൂലെന്ന് തോന്നുന്ന സമയം വരുമല്ലോ. അതെപ്പോഴാ? മരിച്ചിട്ട് ആ തുണി ഇങ്ങനെ പൊക്കിയൊരു നോട്ടം. ഇങ്ങോട്ട് കാണൂല. ഇങ്ങോട്ട് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് സമയമുണ്ടായിരുന്നു. അതാണ് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭയങ്കര, ഞാൻ ആരാന്ന് എൻ്റെ വിചാരം? റസൂൽ ഒരിക്കൽ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിഅഹ്ലിൽ ജന്ന. സ്വർഗത്തിലേക്ക് പോകുക ആരാന്ന് പറഞ്ഞു തരട്ടെ. കുല്ലു ദഈഫിൻ മുതദഈഫിൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അലാ ഉഖ്ബിറുക്കും ബിഅഹ്ലിൻ നാർ കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തക്ബിർ. രണ്ടും പറഞ്ഞു ഒറ്റ ഹദീസിൽ തന്നെ. ആരാ സ്വർഗത്തിലേക്ക് പോകുക? കുല്ലു ദഈഫിൻ മുതദഈഫ്. ദഈഫ്, ദുർബലൻ. മുതദഈഫ് എന്ന് പറഞ്ഞാൽ മുതവാദിഅൻ, വിനയാന്വിതൻ. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതൻ. അവനൊരിക്കലും അവൻ വലുതാൻ തോന്നിയിട്ടില്ല. അവൻ്റെ എന്ത് കണ്ടാലും നിങ്ങൾക്ക് തോന്നൂല അവൻ വലുതാൻ, അവൻ ചെറുതാന്നാ തൂര. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സിഫത്ത് പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചോളി. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. വല്ലാത്ത വാക്ക.
സഹാബത്തിനെ കുറിച്ച് നബി അങ്ങനെ പറഞ്ഞിരുന്നു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ഈ മനുഷ്യന്റെ വിനയം കൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ അവനൊരു സത്യം ചെയ്താൽ ലഅബറ, അള്ളാഹു ആ സത്യം പൂർത്തിയാക്കി കൊടുക്കും. എന്താണ് ആ പൊസിഷൻ? നിങ്ങൾ ആലോചിച്ചു, അള്ളാഹിന്റെ അടുത്തുള്ള ആ സ്ഥാനം എത്രയെന്നുള്ളത്. അഖ്സമ അലല്ലാഹി വല്ലാഹി എനിക്കത് കിട്ടണം റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുത്തിരിക്കും. സഹാബത്തിന്റെ ജീവിതം അതായിരുന്നു. അള്ളാഹ് കൊടുത്തിരിക്കും, അള്ളാഹ്ക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് ലഅബറ എന്ന് പറഞ്ഞത്. നരകത്തിലേക്ക് ആരാ പോവുക? കുല്ലു ഉതുല്ലിൻ ജവാലിൻ മുസ്തക്ബിർ. ഭയങ്കര ഉതുല്ല് എന്ന് പറഞ്ഞാൽ അതാണ്. അൽ ഗലീദ് അശ്ശദീദ്, പരുഷ പ്രകൃതക്കാരൻ. ജവാൽ മുതകബ്ബിർ, അഹങ്കാരി. ഒരു ഇഞ്ചി ഞാൻ ഇറക്കൂല. അത് മാത്രം പറയണ്ടെന്നാ പറഞ്ഞു. സുൽഹ് പറയുമ്പോൾ ആരുമായിട്ടുള്ള അറിയോ? വാപ്പി മോനുമായിട്ടുള്ള സുൽഹ് പറഞ്ഞതാ. അത് മാത്രം പറയണ്ട. ഏത് മാത്രം പറയണ്ട? എങ്ങോട്ടാ പോവുക? റസൂലുള്ളാഹി പറഞ്ഞുതരാം എങ്ങോട്ടാ പോവുക. മനസ്സിലാകുന്നവരെ ശരിക്കും ശ്രദ്ധിക്കണം. നോമ്പ് നോറ്റാലും നിസ്കരിച്ചാലും മാത്രം പോരാ. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ചില ക്വാളിറ്റികളൊക്കെ വേണം. സ്വർഗത്തിലുള്ള പുരുഷന്മാരെ കുറിച്ച് നബി ഒരിക്കൽ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിരിജാലിക്കും മിൻ അഹ്ലിൽ ജന്ന. റിജാൽ, സ്വർഗത്തിലുള്ള പുരുഷന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. നബി എണ്ണി കേട്ടോ. അൻ നബിയു ഫിൽ ജന്ന. പറയണ്ടല്ലോ, സംശയമൊന്നുമില്ല. നബിമാര്. 2 വസ്സിദ്ദീഖു ഫിൽ ജന്ന. ആരാ സിദ്ദീഖ് എന്ന് പറഞ്ഞ? അബൂബക്കർ സിദ്ദീഖ് അല്ല. ആർക്കും സിദ്ദീഖാകണം. ഹൃദയവും അകവും പുറവും ഒന്നാകണം. അതാണ് സിദ്ദീഖ്. 2 എണ്ണല്ല. സത്യസന്ധൻ. വശഹീദു ഫിൽ ജന്ന. പറയണ്ടല്ലോ ആരാ? വൽ മൗലൂദു ഫിൽ ജന്ന. മൗലൂദ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി, പ്രായമായാതെ മരിച്ചു പോണ കുട്ടിയില്ലേ, അവൻ സ്വർഗത്തിൽ. ഇനി ഒരാളെ പറഞ്ഞത് കേട്ടോ, 5-ാമത്തെ ആള്. വറജുലു യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ മിസ്ർ ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹ്. ഒരാള് ആ നാടിൻ്റെ അങ്ങേയറ്റത്തുള്ള വേറൊരാളെ കാണാൻ വേണ്ടി പോകുന്നു. യസൂർ, സിയാറ നടത്തുന്നു, വിസിറ്റ് നടത്തുന്നു. എന്തിനാ അറിയോ? അയാളിന്ന് കുറച്ച് പൈസ കിട്ടാണ്ടത് വാങ്ങാനല്ല. അവിടെ ചെന്നാൽ നല്ല സദ്യ പാർട്ടി കിട്ടും, അതിനല്ല. ലാ യസൂറു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി. അയാൾ രോഗിയാണ്, അയാളടുത്ത് നിന്ന് പോകണം. അയാളെ കാണാൻ എനിക്കിഷ്ടമാണ്. രോഗിയൊന്നുമല്ല, വെറുതെ എനിക്ക് അയാളെ കാണാൻ ഇഷ്ടം. അയാളുടെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് അള്ളാഹിനെ ഓർമ്മ വരും. അങ്ങനെ കുറേ ആളുകളുണ്ട്. നമ്മളാരെയും പോയി നോക്കിയണോ? അല്ലെങ്കിൽ എൻ്റെ കുടുംബബന്ധത്തിൽപ്പെട്ട വാപ്പ മരിച്ചുപോയോ, അപ്പൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാ, പോയി നോക്കിയണോ? പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു. ഇനി സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു കേട്ടോ. വനിസാഉകും മിൻ അഹ്ലിൽ ജന്ന. ആരാ? അഹ്ലുൽ ജന്നയിൽപ്പെട്ട സ്ത്രീകൾ. നമ്മൾ പ്രിപ്പയർ ആകുക, അതന്നെ പറ്റുള്ളൂ. പോകേണ്ടി വരും. അപ്പം ഇതിങ്ങനെ നോക്കി വെക്കുക. ആരാ? അൽ വദൂദ്, നന്നായി സ്നേഹിക്കുന്ന സ്ത്രീ. നന്നായി സ്നേഹിക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ളത്. അൽ വലൂദ്, നന്നായി പ്രസവിക്കുന്ന സ്ത്രീ. അൽ അഊദു അലാ സൗജിഹാ. എന്താ അഊദ് എന്ന് പറഞ്ഞാൽ? ഭർത്താവിലേക്ക് മടങ്ങി ചെല്ലുന്നവൾ എന്ന് പറഞ്ഞാൽ നബി അതിനെ വിശദീകരിക്കുക. അല്ലതി ഇദാ ഗളിബ, ഈ ഭർത്താവ് എന്തെങ്കിലും കാരണത്താൽ ഈ പെണ്ണിനോട് ദേഷ്യം പിടിച്ചാൽ ജാഅത്ത്, ഭർത്താവിൻ്റെ അടുത്തേക്ക് വിളി വരിക. തിരിച്ചല്ലേ പോണ്ടേ? ദേഷ്യം പിടിച്ചാരാ? തെറ്റിയതാരാ? ഭർത്താവാ. പോണ്ടതാരാ? ഭർത്താവ്. പക്ഷെ ഇവള് വരണം. എന്നിട്ട് ഹത്താ തളഅ യദഹാ ഫീ യദി സൗജിഹാ. റസൂലുള്ളാഹിന്റെ വാക്ക് ഭയങ്കര രസം. ഹത്താ തളഅ, അവൾ എന്ത് ചെയ്യുക? അവളെ കൈ ഭർത്താവിൻ്റെ കയ്യിൽ വെക്കുക. എന്നിട്ട് പറയണം, വതഖൂൽ ലാ അദൂഖു ഗംദൻ ഹത്താ തർദ. എഴുതി വെച്ചോ വാക്ക്. ലാ അദൂഖു ഗംദൻ ഹത്താ തർദ. എന്താ അങ്ങനെ പറഞ്ഞ? ഖബ്ദ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിറക്കുന്ന. വല്ലാഹി, നിങ്ങൾ എന്നെക്കുറിച്ച് തൃപ്തിപ്പെടുന്നതുവരെ ഒരു മുറുക്ക് ഞാൻ ഇറക്കൂല. ഒരു മുറുക്ക് ഞാൻ ഇറക്കൂല. ഒരുപാട് വിശദീകരണങ്ങൾ മുഹദ്ദിസുകൾ ആ വാക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ചില പ്രയോഗങ്ങളൊക്കെ അങ്ങനെയാണ്. നോക്കൂ, സ്വർഗത്തിലേക്ക് പോണ്ടേ?
അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രിപ്പയർ ചെയ്യണം സഹോദരന്മാരെ. പ്രിപ്പയർ മരിക്കുന്ന ഉറപ്പിച്ചോ, ഒരു സംശയമില്ല, സംശയമൊന്നുമില്ലല്ലോ. ആകെ സംശയമില്ലാത്തൊരു വിഷയം അതാ. പക്ഷേ നമുക്ക് ഇപ്പോഴും കൊണ്ട് ഉറപ്പാകാത്തൊരു സംഗതിയും അതാണ്. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ പ്രിപ്പയർ, ശരിക്കും പ്രിപ്പയർ ആകുക. 7 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. 3 ഖബറില, 4 മഹ്ശറിലുള്ള, അങ്ങനെയാണ് 7. മനസ്സിലായില്ലേ? ആ ചോദ്യം എന്താണെന്നും കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് അർത്ഥം. ഖബറിൽ 3 ചോദ്യമുണ്ട്. ആ ചോദ്യം ഭയങ്കര രസമാണ്. നമ്മൾ ഖബറിൽ വെച്ചാൽ, ഖബറിന് ഒരുപാട് അനുഭവങ്ങളുണ്ടോ നമുക്ക് പറയാൻ ഇൻഷാ അല്ലാഹ്. ഖബറിൽ വെച്ചാൽ നമ്മളൊക്കെ മനസ്സിലാക്കി നമുക്ക് അറിയുന്നതാണ്. 2 മലക്കുകൾ വരും, നമ്മളോട് ചോദ്യം ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം എന്താ? എല്ലാവരും ചോദ്യം പഠിച്ചു വെക്കണം. എന്തിനാ വെച്ചാൽ ഈ എക്സാമിന് ഒരു പ്രത്യേകത, എന്തൊരു ഓറൽ എക്സാമാണ്. എഴുതാൻ സമയം ഉണ്ടാവില്ല, ചിന്തിക്കാനും സമയം ഉണ്ടാവില്ല. ഇങ്ങനെ നേർക്കുന്നവരെ ചോദ്യം ഉത്തരം അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക. നമ്മൾ വിചാരിക്കണോ ഭയങ്കര എളുപ്പമാണല്ലോ അല്ലേ ഉത്തരം, അല്ലേ? എളുപ്പമാകട്ടെ, പക്ഷേ പ്രിപ്പയർ ചെയ്യണം. എന്താ പ്രിപ്പറേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ കിട്ടുകയെന്ന്. അവിടെ സിസ്റ്റം വേറെയാണ്, ഇവിടുത്തെ സിസ്റ്റം അല്ല. ഇവിടെ എനിക്കെൻ്റെ ഉള്ളിലുള്ളത് പറയാൻ കഴിയും, അവിടെ പറയാൻ കഴിയില്ല. അവിടെ പറയണമെങ്കിൽ വേറൊരു സാധനം കിട്ടണം. അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അത് കിട്ടണമെങ്കിൽ ഇവിടെ ചില കാര്യങ്ങളും കൂടി ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? മാ ദീനുക. ഇത് ഭയങ്കര സിമ്പിളല്ലേ ചോദ്യം, അല്ലേ? എന്താണ് നിന്റെ ദീൻ? സംശയമുണ്ടോ ആർക്കും? പക്ഷെ പറയാൻ കഴിയണ്ട കേട്ടോ, അതാണ് പ്രശ്നം. മൂന്നാമത്തെ ചോദ്യം ഒരു ചിത്രം കാണിച്ചു തന്നിട്ടുള്ള ചോദ്യം. എന്താ ചോദ്യം? മാദാ തഖൂലു ഫീ ഹാദർ റജുൽ. അപ്പോൾ ആ ചിത്രം കണ്ടിട്ടേ ആളെ പറയണമെങ്കിൽ ആളെ ഒന്ന് മനസ്സിലാക്കി വെക്കണ്ടേ? മാ തഖൂലു ഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന്. ഉറപ്പാണ്, ഒരു സംശയമില്ല, ഇതിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, മരിച്ചിട്ട് നമ്മളെ കുടുംബക്കാർ മുഴുവൻ ഖബറിൻ്റെ ചുറ്റുഭാഗം ഇരുന്നിട്ട് എന്താ പറയുന്നത്? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. എന്തുകൊണ്ടാണ് അറിയുള്ളൂ? നമുക്ക് അറിയില്ല. ഇവിടുന്ന് ദുനിയാവിൽ തന്നെയുള്ള അവസ്ഥ എന്താ? നിങ്ങൾ ആരെങ്കിലും ഓറൽ എക്സാമുകൾക്ക് പോയിനോന്ന് എനിക്കറിയില്ല. വൈവ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്, എഴുതാൻ എളുപ്പമാണ്. നേർക്കുനേരെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കുറച്ചെന്തായിരിക്കും, പ്രയാസമായിരിക്കും. എവിടെ ദുനിയാവിൽ എല്ലാം പഠിച്ചു വെച്ചിട്ടും അവിടെ സിസ്റ്റം മാറി. ഇവിടുത്തെ സിസ്റ്റം അല്ല. കുറച്ച് പ്രശ്നമായിരിക്കും, പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സാധനം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ നമ്മൾ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ എന്താ? അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുവേ ഇവന് ഉത്തരം കിട്ടണേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? ഇവ പഠിച്ചു പോണ്ടേ, പ്രിപ്പയർ ചെയ്ത് പോണ്ടേ, ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള റെഡിയാക്കി പോണ്ടേ. സുബ്ഹാനല്ലാഹ്. ഇനി 3 ചോദ്യം കൂടി, 4 ചോദ്യം, അതും കൂടി പറയാം നമുക്ക്. ഈ 3 ചോദ്യം നമ്മൾ എങ്ങനെ നമ്മൾ അവിടെ ഉത്തരം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ചോദ്യം ഇതാണ്. ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യും, പക്ഷെ അവിടെ എത്തുമ്പോൾ ചെയ്യണം. അവിടെയാണ് പ്രശ്നം. ഇനി 4 ചോദ്യമുണ്ട്. ഈ 4 ചോദ്യത്തിനും കൂടി ഉത്തരം കിട്ടിയാൽ മാഷാ അല്ലാഹ് നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകും.
എന്താണ് നാലാമത്തെ ചോദ്യം? റസൂൽ ഒരു ഹദീസിൽ വിശദീകരിച്ചു അത്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ. ഒരാളും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, വല്ലാത്തൊരു വാക്കാ. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ പറ്റൂല ഈ 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ. ഒന്ന്, അൻ ഉംരിഹി ഫീമ അഫ്നാ. നിന്റെ ആയുസ് കൊണ്ട് നീ എന്ത് ചെയ്തു? അടച്ചനെ വല്ലാത്ത ചോദ്യം ഇരിക്കുക. എവിടുന്ന് മുതൽ പറയണമെന്ന് അറിയാങ്ങൾ? എവിടുന്ന് മുതൽ പറയണം? പ്രായപൂർത്തിയായ അന്ന് മുതൽ മരിക്കണേ വരെയുള്ളതിന് ഉത്തരം പറയണം. കയ്യോ? അയ്യോ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഭയങ്കര ചോദ്യം. അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യം എന്താ? അൻ ഇൽമിഹി ഫീമ ഫഅല ഫീഹി. നിന്റെ അറിവ് കൊണ്ട് നീ എന്ത് ചെയ്തു? ഭയങ്കര പഠിച്ചില്ല, നീ വലിയ ആളല്ലേനും. എന്തൊക്കെയാണ് നിന്റെ ബയോഡാറ്റയിൽ എഴുതിയ ക്വാളിഫിക്കേഷൻ? എന്തൊക്കെയാണ്? ഭയങ്കര അല്ലേനും. എന്ത് ചെയ്തടോ? ഉത്തരം പറയാതെ വിടൂല. 6-ാമത്തെ ചോദ്യം ഭയങ്കര ചോദ്യ. ഇനി നമ്മളെ അക്കൗണ്ട് ബുക്ക് മുഴുവൻ കൊണ്ടുപോകേണ്ടി വരും. അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. നിന്റെ സമ്പാദ്യം എവിടെ നിന്ന് കിട്ടി, എന്തിന് ചെലവഴിച്ചു? പറ്റുമോ? നമ്മളെ അക്കൗണ്ട് ബുക്സ് ഒക്കെ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പൊ പിന്നെ ബുക്ക് കൊണ്ടുപോകുന്ന പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. മറുപടി പറയണ്ടി. അവസാനത്തെ ചോദ്യം ഇത് പറഞ്ഞാൽ കഴിഞ്ഞ്. ഇത് ഭയങ്കര ചോദ്യ. അൻജിസ്മിഹി ഫീമ അബ്ലാ. നിന്റെ ശരീരം, എത്ര മനോഹരമായ ശരീരാ തന്നത്, എന്നിട്ട് എന്ത് ചെയ്തിടോ? സുബ്ഹാനല്ലാഹ്. ഈ 7 ചോദ്യങ്ങൾ നമ്മൾ ശരിക്ക് പഠിക്കണം വിശദമായിട്ട്. ഇത് പഠിക്കലാണ് നമുക്ക് അടുത്ത ആഴ്ച വരെ അള്ളാഹു ആയുസ് നീട്ടി തന്നെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വിശദമായി പഠിക്കാം. എനിക്കറിയില്ല നീട്ടി തരൂ. ശരി, അള്ളാഹു എപ്പോഴാണ് കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഭയങ്കര രസമാണ് അള്ളാൻ്റെ. ചില ആളുകൾക്ക് അള്ളാഹു അടയാളങ്ങളൊക്കെ കൊടുക്കും ആയിന്നില്ല. മനസ്സിലായില്ലേ? കുറേ അടയാളങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ കാണാത്ത മാതിരി ഇങ്ങനെ നിൽക്കണം. മനസ്സിലായില്ലേ? നരച്ച മുടിയും നരച്ച താടിയും ഒക്കെ അടയാളമാണ്. നമ്മൾ കളറൊക്കെ ചെയ്ത് നോക്കണേ എങ്ങനെയെങ്കിലും പോകാതിരിക്കാൻ പറ്റുമോ എന്നുള്ള, അല്ലെങ്കിൽ മറച്ചു വെക്കാൻ. കുറെ ആൾക്കാർ കറുപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്, എന്നിട്ടെങ്കിലും അള്ളാഹ്ക്ക് തെറ്റോ കൂട്ടരെ? നമ്മളെ ധാരണ എന്താ? ഭയങ്കര അള്ളാഹു നമ്മളെ പ്രിപ്പയർ ചെയ്യുക വെച്ചാൽ എന്ത് തരം പ്രിപ്പറേഷൻ അറിയങ്ങൾ. ചില ആളുകൾക്ക് അള്ളാഹു ചില ബാക്ടീരിയകളും വൈറസുകളൊക്കെ അവരുടെ ശരീരത്തിൽ കൊണ്ടുപോയി അള്ള വെക്കും. ചില സെല്ലുകളൊക്കെ എണ്ണം കൂടും, അതിനാണ് ക്യാൻസർ എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താണെന്നറിയും? എന്താ? സിഗ്നലാ. പോകാനായിട്ടുണ്ട്, റെഡി ആയിക്കോ. വേറൊന്നും കരുതരുത്, അത് മാത്രമാ. സന്തോഷിച്ചോളി അത് കിട്ടുമ്പോൾ. അതൊരു സിഗ്നലാ, അടയാളം. അടയാളം തരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? ഒരടയാളം നമുക്ക് കാണിച്ചു തരിക പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? സുബ്ഹാനല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കണം. ഈ 7 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഉത്തരം കണ്ടെത്തൽ എളുപ്പമായിരിക്കും, പക്ഷേ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഉത്തരം പറയാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് ഉത്തരം പറയാൻ വേണ്ടി കഴിയണം. അതിനെന്താ ചെയ്യാം? അതാണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ
നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ. മനസ്സിലാക്കാനും ഇത് പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും, എന്നിട്ട് ജീവിതത്തിൽ കൊണ്ട് നടക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് നമ്മുടെ ഉള്ളിൽ നോക്കൂ, നമുക്ക് നിങ്ങൾ കൃത്യം മനസ്സിലായില്ലല്ലേ, നമുക്ക് യാതൊരു ഇതിൻ്റെ ഒരു കടിഞ്ഞാണും നമ്മളെ കയ്യിലില്ല, ഇല്ലല്ലോ, ഒന്നുമില്ല. ഇത് മുകളിലേക്ക് പോയ സാധനം താഴത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഖലാസ്, അത്രയേ ഉള്ളൂ. പിന്നെ പേരൊക്കെ മാറും. അതുവരെ ബഹുമാനിച്ചിരുന്ന പേരൊക്കെ മാറ്റി വേറെ പേരൊക്കെ ഇടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിന് ഉറപ്പാണെങ്കിൽ നമ്മൾ, അള്ളാഹു നമ്മളോട് ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ എത്ര സ്ഥലത്താ? 3 സ്ഥലത്ത്. ഭയങ്കര അത്ഭുതമാണത്. 3 സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അങ്ങനെ 3 സ്ഥലത്തൊക്കെ പറഞ്ഞു? ആ വിഷയം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ അങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതില്ല. സൂറത്ത് ആലി ഇമ്രാനിൽ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കേണ്ടി വരും, എല്ലാവരും മരിക്കേണ്ടി വരും. ഇന്നമാ തുവഫ്ഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്കുള്ള കൂലി പൂർത്തിയായി ഇവിടുന്ന് തരാൻ കഴിഞ്ഞിട്ടില്ല, അത് അവിടുന്ന് തരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫമൻ സുഹ്സിഹ അനിൻ നാർ, എങ്ങനെയൊക്കെ സഹ്സഹ എന്ന് പറഞ്ഞാൽ നിരങ്ങി ഇങ്ങനെ പോണേനാ പറയാം. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, നിരങ്ങിയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകണം? സ്വർഗത്തിലേക്ക് പോകണം. എവിടെയാണ് സ്വർഗം, എവിടെയാണ് നരകം? നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? അറിയണം. എവിടെയാണ് സ്വർഗം, എവിടെയാണ് നരകം? നരകം എവിടെയാണ്? ഇത് കഴിഞ്ഞ് ഇങ്ങനെ പോകണം സ്വർഗത്തിലേക്ക്. ഈ കുഴി നരകാന്ന് വിചാരിച്ചോ, അതിൻ്റെ മേലൊരു പാലുണ്ട്, അതിൻ്റെ പേരാണെന്ത്? അതിൻ്റെ മേലെ എങ്ങനെ പോകണം, എന്നിട്ട് അപ്പുറത്തേക്ക് പോകണം, അവിടെയാണ് സ്വർഗം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി. ഇവിടെ നിങ്ങൾ എത്ര മില്യണർ ആയാലും നിങ്ങൾ വിജയിയല്ല. ഫഖദ് ഫാസ്, ആര്? ഇവൻ. എന്നിട്ടൊരു വാചകമുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോ. ആ സൂറത്ത് ആൽ ഇംറാൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. 185-ാമത്തെ വചനം. എന്താ അടുത്ത വാചകം എന്നറിയോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവുണ്ടല്ലോ, ഇതെനിക്ക് സുഖിക്കാനുള്ളതല്ല, നിനക്ക് ജീവിക്കാൻ തന്നതല്ല, ഇത് വഞ്ചിപ്പിക്കുന്ന കുറേ വിഭവങ്ങളാണ്. ഈ വഞ്ചനയിൽ നീ പെട്ടുപോകരുത്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവ് നിങ്ങളെ ചതിച്ച് കളയരുതേ. ഇപ്പൊ സത്യത്തിൽ നമ്മളെ ചതിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തത് ഇതേ വാക്ക് പറഞ്ഞു സൂറത്ത് അംബിയായിൽ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നീ പറയണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഷർറും ഖൈറും നൽകിയിട്ട് നിങ്ങളെ നാം പരീക്ഷിച്ചു നോക്കും. വഇലൈനാ തുർജഊൻ, നമ്മുടെ അടുത്തേക്കാണ് നിങ്ങൾ മടങ്ങി വരാനുള്ളത്. സൂറത്ത് അംബിയായിലെ 35-ാമത്തെ വചനം. പിന്നെ സൂറത്ത് അൻകബൂത്ത്. അൻകബൂത്ത് നിങ്ങൾക്ക് അറിയാലോ, തുടങ്ങണത് തന്നെ എങ്ങനെ? സൂറത്ത് അൻകബൂത്ത് തുടങ്ങണത് തന്നെ എന്ത് പറഞ്ഞിട്ട് അറിയോ? അഹസിബന്നാസ്. ഭയങ്കര വാക്ക. എന്താ മനുഷ്യന്മാരെ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? അയ്യഖൂലു ആമന്നാ, മതിയോ, ഞങ്ങളൊക്കെ മുഅ്മിനുകളാണ്, കോളത്തിലെഴുതി മുസ്ലിം, രക്ഷപ്പെടുവോ? പെടൂല. വഹും ലാ യുഫ്തനൂൻ, ആണോന്ന് ടെസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അത് ഇവിടുന്ന് തന്നെ ടെസ്റ്റ് ഉണ്ടാവും. മറ്റേ ഈ 7 ഉത്തരത്തിനുള്ള പരീക്ഷ വേറെ കേട്ടോ, അത് വേറെ. എന്നിട്ട് പറഞ്ഞു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അടുത്ത വാചകം സുമ്മ, എന്നിട്ട് ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇലൈനാ തുർജഊൻ. യാ സലാം, ഇലൈനാ തുർജഊൻ. ഇത് ഭയങ്കര. എന്നിട്ട് ഒരുപാട് പറഞ്ഞു തന്നു. മരണത്തെക്കുറിച്ച് എത്രയോ പറഞ്ഞു തരും. ഭയങ്കര രസമായിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്.
നാളെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയോ? പ്ലാൻ ഉണ്ടാവും. പ്ലാനല്ല പറഞ്ഞേ, കൃത്യമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയോ? ഇല്ല. അതേപോലെ എന്താണ്, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കുമെന്നാർക്കും അറിയില്ല. മരിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിയതാന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വല്ലാത്തൊരവസ്ഥയല്ലേ നിങ്ങൾ ആലോചിച്ചു. ഒരു സെക്കൻഡ് പോലും സഹോദരന്മാരെ അങ്ങോട്ടോ അങ്ങോട്ടോ ആവില്ല, വളരെ കൃത്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, ഏറ്റവും നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹ് പറഞ്ഞത് എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അത്രേ പറഞ്ഞു. അപ്പം ആഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ആഗ്രഹിച്ച നമുക്കത് കിട്ടും. മനസ്സിലായില്ലേ? യൂസുഫ് അലൈഹിസ്സലാം ആഗ്രഹിച്ചിട്ട് യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ എന്ന് ഞാൻ ആദ്യം ചേർത്താണ്. യൂസുഫ് അലൈഹി ഇസ്ലാം റബ്ബി എന്നാ പറഞ്ഞ. അതിൻ്റെ മുമ്പ് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പിളർത്തി സൃഷ്ടിച്ചവൻ, അതാണ് ഫാത്തിർ. അത് അള്ളാഹിനെ സിഫത്ത് പറയാം. എന്നിട്ട് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ഉള്ളു വലിയായിട്ട്, വേറെ ആരുമില്ല. ഒറ്റ കാര്യം എനിക്ക് ചെയ്തുകൊണ്ടുള്ളൂ. എന്താ? തവഫനി മുസ്ലിമൻ പറയണ്ടല്ലോ. എന്താ? വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നോക്കൂ, ആദ്യം മുതൽ തന്നെ പറയണേ. നമ്മൾ തവഫനി മുസ്ലിം അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പറഞ്ഞു പോകരുത്. ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ. അതാണ് ആഗ്രഹം. ശരിക്ക് അള്ളാഹിനോട് ആഗ്രഹിച്ച് പറയാം, അള്ളാഹുവേ നീയാണ് എൻ്റെ വലിയ, ദുനിയാവിലും ആഖിറത്തിലും നീയേ എനിക്ക് വലിയുള്ളൂ. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നോക്കിക്കോ, അടുത്ത പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാനിലെ അവസാനമാണ്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, പറയണ്ടല്ലോ ഒന്നും. വകഫിർ അന്നാ സയ്യിആതിനാ, ഇനിയോ വതവഫനാ മഅൽ അബ്റാർ. അബ്റാർ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാർ, പുണ്യം ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഞങ്ങളെ ചേർക്കണം. തവഫന മരിച്ചിട്ട് ചേർക്കണം എന്ന് അള്ളാഹു ഉറപ്പായി നമുക്ക് ചെയ്തു തരും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു വിചാരത്തോടു കൂടി ആ ചോദ്യം വരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മൗത്ത്? എന്താ പ്രാർത്ഥന? എല്ലാവർക്കും അറിയണമാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അസ്ലിഹ് എന്നുള്ള പദം എല്ലാവരും പഠിച്ചു വെക്കുക. അള്ളാഹുവിൻ്റെ ദീൻ നീ എനിക്ക് ശരിയാക്കി തരണം. കാരണം ദീനാണ് എൻ്റെ ഇസ്മത്തു അംർ, എൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും കരുത്ത് എൻ്റെ ദീനാണ്. എൻ്റെ ദീൻ പോയാൽ ഞാൻ ബിഗ് സീറോ ഒന്നുമല്ല. വഅസ്ലിഹ് ലി ദുനിയായി, എൻ്റെ ദുനിയാവും എനിക്ക് നീ നന്നാക്കി തരണം. എന്താ കാര്യം? അല്ലത്തി ഫീഹ മആശി, എൻ്റെ മആശ് ഉള്ളത് അതിലാ. മആശ് എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം. ഓക്കെ. വഅസ്ലിഹ് ലി ആഖിറതി, എൻ്റെ ആഖിറത്ത് നന്നാക്കി തരണം. എന്താ കാര്യം? അല്ലത്തി ഫീഹ മഅദി, എനിക്ക് മടങ്ങി വരാനുള്ളത് അങ്ങോട്ടാണ്. യാ സലാം. നിങ്ങൾ കേട്ടോ, വജഅലിൽ ഹയാത്ത, ഇത് രണ്ട് ശരിക്കും പഠിച്ചു വെക്കണേ. വജഅലിൽ ഹയാത്ത, അള്ളാഹുവേ എൻ്റെ ജീവിതത്തെ എനിക്ക് നീ ആക്കിത്തരണമേ. സിയാദത്തൻ, വർധനവാക്കി തരണം. ലീ, എനിക്ക് ഫി കുല്ലി ഖൈർ, എല്ലാ ഖൈറും. ജീവിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ ഖൈറും തരണം, അത് വർദ്ധിപ്പിച്ചു തരണം. വജഅലിൽ ഹയാത്ത സിയാദത്തൻ ലീ ഫി കുല്ലി ഖൈർ. അവസാനത്തെ വരിയാണ് ഭയങ്കരം. അതെന്താ? വജഅലിൽ മൗത റാഹത്തൻ ലി, റാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. എന്താ? വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി
ഷർ, എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നുമുള്ള റാഹത്തായി എനിക്ക് നീ എൻ്റെ മരണത്തെ ആക്കി തരണമേ. ഇനി നിങ്ങൾ പറയും മരണം എന്താന്നുള്ളത്? മരണം റാഹത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി. നോക്കൂ, ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒറ്റ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. വെച്ചാൽ ആഗ്രഹമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന ഇങ്ങനെ നാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇന്ന് പറഞ്ഞത് മുഴുവൻ ആലോചിച്ചിട്ട് ചിന്തിച്ച് നമ്മൾ ആഗ്രഹിക്കുക. എന്താഗ്രഹിക്കുക? മുസ്ലിമായിട്ട് മരിക്കണം. മുസ്ലിമായിട്ട് മരിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിച്ചാലേ മുസ്ലിമായി മരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ചാൽ 7 ചോദ്യത്തിനും ഉത്തരം നമുക്ക് കിട്ടും. സംശയമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഒരു ചെറിയ ഹോംവർക്കും കൂടി നമ്മൾ ഇവിടുന്ന് ചെയ്തു പോയാൽ മതി. കുട്ടികളിലെ ഹോംവർക്കൊക്കെ ചെയ്യണം. കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്താൽ എക്സാമൊക്കെ എന്താവും? ഈസിയാവല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ എക്സാം ഇൻഷാ അല്ലാഹ് ഈസിയാവും. അള്ളാഹു നമുക്ക് ഈസിയാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.